ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഇഫ്താർ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഫ്രൈ ചെയ്യാതെയും ഈ ഒരു സ്നാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് എല്ലില്ലാത്ത കുറച്ച് ഇറച്ചി പീസസ് വേണം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു കപ്പോളം എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം മതി കേട്ടോ. അത് ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു മുട്ട, ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം നമ്മുടെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ചിക്കൻ മസാലപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ മുട്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിന് മാത്രം ചേർക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടകളൊന്നും പാടില്ല. നല്ലോണം പേസ്റ്റ് പരുവത്തിലാവണം. അതുപോലെ മുട്ട ഇതിൽ നിർബന്ധമായിട്ടും ചേർക്കണം. മുട്ട ചേർത്താലേ നമുക്ക് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാനുള്ള കാരണം നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നോർമലായിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മിക്സ് നല്ലോണം സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. വേറെ അധികം ചേരുവകളൊന്നും ചേർക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ മസാലപ്പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊന്ന് കുറച്ചതാണ് കേട്ടോ, ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ഇത് ആക്കി കൊടുത്ത ശേഷം ആ എയർ ബബിൾസ് ഒന്ന് കളയുക. എന്നിട്ട് നമുക്കൊന്ന് കെട്ടി വെച്ചിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ വഴറ്റിയെടുക്കാനൊന്നുമില്ല, നല്ല സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് വേണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലുപ്പമുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് ആണ്. നമുക്ക് ചിക്കൻ സിഗാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സിഗാറിൻ്റെ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. അപ്പം ചെറിയ സ്പ്രിംഗ് റോൾ ഷീറ്റ് വാങ്ങിക്കുക കേട്ടോ. അത് കുറച്ച് വലിയതായതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉള്ളതായിരുന്നു. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കട്ട് ചെയ്ത പീസ് ഞാൻ വേറെ റെസിപ്പിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ളൊരു ഷീറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ചെറുതാണെങ്കിൽ നിങ്ങൾ ഇത് കട്ട് ചെയ്യാണ്ട് നേരെ യൂസ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഇത് വേറൊരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ, റമദാൻ സമയം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ആ ഒരു ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് റോൾ വെച്ചിട്ട് ഈ സിഗാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രോൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ 3 ടൈപ്പ് സ്ട്രോ എടുത്തിട്ടുണ്ട്. അതിലിതാ ഈ 2 ടൈപ്പ് നമുക്ക് ഈ ഒരു ഇത് ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് ഡിസ്പോസിബിൾ സ്ട്രോ അല്ല. ഡിസ്പോസിബിൾ സ്ട്രോ ആണ് നമുക്ക് വേണ്ടത്. ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ആയിരിക്കും. അല്ലാണ്ട് പേപ്പർ സ്ട്രോയും പറ്റില്ല. കാരണം എന്നാൽ നമുക്കിതിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡിസ്പോസിബിൾ സ്ട്രോ തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് സ്പ്രിംഗ് റോൾ ഷീറ്റിനകത്ത് ഇതുപോലെ ചെറുതായിട്ട് ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് മൈദയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയല്ലോ, മൈദയും വെള്ളം കൂടി ചേർത്തുള്ളൊരു മിക്സാണ്. അത് നമുക്ക് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് മാത്രം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സിഗാർ റെഡിയായി. സിഗാർ കുറച്ച് വലുപ്പം കൂടുതലാണ്, ഒന്നുകൂടെ ചെറുതാക്കാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് 2 ആക്കി എടുത്താലും മതി കേട്ടോ. ഈ ഒരു സിഗാർ ഇത്ര വലുപ്പമുള്ളത് ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാതും ചെയ്തെടുക്കുക. ഈ സ്ട്രോ ഇങ്ങനെ അവിടെ വെച്ചിട്ട് സ്പ്രിംഗ് റോൾ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടും. ലാസ്റ്റ് ഇതുപോലെ മൈദയുടെ മിക്സ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാനും മറന്നു വേണ്ട. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കണ്ടോ, ഹോളൊക്കെ ചെറിയ ഹോളാണ്. എന്നാലേ നമുക്ക് ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഷീറ്റ് വെച്ചിട്ട് സ്പൂണ് കൊണ്ട് ആ ഒരു ഫില്ലിങ് നമ്മൾ നേരത്തെ റെഡിയാക്കിയല്ലോ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നീളത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അത് വെച്ചിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്താലും മതി. പിന്നെ ഫില്ലിങ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫില്ലിങ് ഒരുപാട് ഓവറായിട്ട് പുറത്തേക്ക് ചാടണ്ട. കാരണം ഫ്രൈ ചെയ്യുമ്പം അത് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഫില്ലിങ് 2 അറ്റത്തും കുറച്ചൊന്ന് കുറയ്ക്കുക കേട്ടോ. നല്ല ടൈറ്റായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പോവും. അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സിമ്പിളാണ്. പക്ഷെ നമുക്ക് സ്ട്രോ നല്ല അടിപൊളിയായിട്ടുള്ളത് വേണം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ എല്ലതും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് വലുപ്പം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത ശേഷം എല്ലാം കൂടി ഒരുമിച്ചൊന്ന് നടുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഏതായാലും ചെയ്തതല്ലേ, ഇനിയിപ്പോൾ കട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു, കാണാനും നല്ല മുഞ്ചുണ്ടായിരുന്നു. ഇനിയാണ് ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് വരുന്നത്. ഈ ഒരു ഫില്ലിങ് ഇതിൻ്റെ അകത്ത് പൈപ്പിംഗ് ബാഗ് ചെറുതായിട്ടൊന്ന് ടിപ്പ് മാത്രം ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുക്കുക.
അപ്പം ഈ അറ്റത്തുകൂടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അറ്റത്തുകൂടും കുറച്ച് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കയറുന്നുണ്ടോയെന്ന് മനസ്സിലാവും. കാരണം ആ നടുക്ക് ഇങ്ങനെ കൈ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അകത്തേക്ക് കയറുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇത് കട്ട് ചെയ്തോളൂ, പകുതിയായിട്ട് കട്ട് ചെയ്തോളൂ. നമ്മൾ സിഗാറൊന്നും അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പകുതിയായിട്ട് കട്ട് ചെയ്തോളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലത്തെ പ്രവൃത്തികളൊക്കെ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് ചിലപ്പം ചിലർക്കൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഭയങ്കര എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു പരിപാടിയുണ്ട്. ഷീറ്റിനകത്ത് ഇത് സ്പൂൺ കൊണ്ട് ഈ ഒരു ഫില്ലിങ് സ്പൂൺ കൊണ്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഷീറ്റ് ഒന്ന് ചെറുതായിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങും ഈ സ്പ്രിംഗ് റോൾ ഷീറ്റും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്. അതുപോലെ കുറച്ചെടുത്തിട്ട് എയർ ഫ്രയറിലും ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഫ്രൈ ചെയ്യാതെ എയർ ഫ്രയറിലുള്ള റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോന്നും 2 ടൈപ്പിലും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ആക്കിയിട്ടും നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2 വശവും ഗോൾഡൻ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. കുറച്ചെടുത്തിട്ട് ഞാൻ എയർ ഫ്രയറിൽ ചെയ്തെടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്പ്രിംഗ് റോൾ ഷീറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ഹാർഡായിട്ട് കുക്ക് ചെയ്യില്ല, ഒരുപാട് ഭയങ്കര ഡാർക്കാക്കി എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഡാർക്കാക്കി എടുക്കണ്ട. ഈ ഒരു കളർ എത്തുമ്പോൾ തന്നെ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഭയങ്കര ഡാർക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ബാച്ച് ഇങ്ങനെ എയർ ഫ്രയറിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മുകളിൽ. ഇനി നമുക്ക് ഇത് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. ഒരു 180 ഡിഗ്രിയിൽ ഒരു 5 to 10 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇതും ഒരുപാട് നേരമൊന്നും വെക്കരുത്, ഒരു 10 മിനിറ്റ് കേട്ടോ. 10 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാവും. ഭയങ്കര ഗോൾഡൻ കളർ ആവാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഇഫ്താർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ചിക്കൻ സിഗാറാണ് അതിൻ്റെ പേര്. അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അകത്ത് നല്ല നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ചിക്കൻ സ്നാക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഫില്ലിങ് വെക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു ഫില്ലിങ്ങിൽ തന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. പക്ഷേ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്കിതിങ്ങനെ കറുമുറ കടിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി എയർ ഫ്രയറിൽ ഉണ്ടാക്കിയതാ ഇതുപോലെ ഇരിക്കും കേട്ടോ. രണ്ടിനും ടേസ്റ്റ് സെയിം തന്നെയാണ്. ചെറുതായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്തതായിരിക്കും. പക്ഷേ എന്നാലും ഹെൽത്തി വൈസ് നോക്കുമ്പം ഈ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അതിങ്ങനെ കറുമുറ കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ ഫില്ലിംഗ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതുപോലെ ഞാൻ ഇവിടെ ഒരു മയോ ഡിപ്പാണ് എടുത്തിട്ടുള്ളത്. ആ ഡിപ്പിൽ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.